എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025 പ്രവേശന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പരീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു ഏപ്രിൽ 23, 25, 26, 27, 28, 29 തീയതികളിലായിട്ടും ഫാർമസി പരീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു ഏപ്രിൽ 24 തീയതിയും അതുപോലെ ഏപ്രിൽ 29 തീയതിയുമാണ് ഈ ഒരു ഫാർമസി പരീക്ഷ നടക്കുന്നത്. അപ്പോൾ വിവിധ സെഷനുകളിലായിട്ടാണ് ഫാർമസി പരീക്ഷ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന സംശയങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് ഓപ്ഷൻ നൽകിയിട്ടും വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിലേക്കും അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെയും അതുപോലെ തന്നെ ഫാർമസിയുടെയും 2 സെപ്പറേറ്റ് എക്സാമിൻ്റെ ടൈം കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ce.kerala.gov.in എന്ന ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേജിൽ കാണുന്ന കുറച്ച് നമ്പേഴ്സ് കാണാൻ പറ്റും. അതാണ് ആക്സസ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് എന്താണ് അതിൽ തെറ്റായിട്ട് നൽകിയിട്ടുള്ള എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റ് എന്നുള്ളത് അവിടെ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ചില സമയത്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം, അതല്ലെങ്കിൽ ഈ ഒരു അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് അത് ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ആ ഒരു അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ ക്ലാരിറ്റി കുറവായത് കാരണമായിരിക്കാം. എന്താണെന്നത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതനുസരിച്ച് നിങ്ങൾ PDF രൂപത്തിലുള്ള ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ അതല്ലെങ്കിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്. ഇനി ഇതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. അതായത് നിങ്ങൾക്ക് കോഴ്സ് കൂട്ടിച്ചേർക്കുന്നതിനായിട്ട് ഒരു അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കോഴ്സ് കൂട്ടിച്ചേർത്ത വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കാത്തത് കാരണവും നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടാതെ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് എന്താണ് എന്നുള്ള ആ ഒരു റീസൺ കൃത്യമായിട്ട് അവിടെ നൽകിയിട്ടുണ്ടാവും. ഫീ പേയ്മെൻറ്റിൻ്റേതാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് അതിനായിട്ടുള്ള ഓപ്ഷൻ ആ ഒരു പേജിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇത്രയും പരിഹരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ഏപ്രിൽ 21 തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിലായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പരിഹരിക്കണം. അപ്പോൾ ഏപ്രിൽ 21 തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ പരിഹരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഏപ്രിൽ 21 തീയതി 4 മണിക്ക് മുമ്പായിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടാനുള്ള സാധ്യത കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഏപ്രിൽ 21 തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ഈ ഒരു അഡ്മിറ്റ് കാർഡ് ആർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് കീമിൻ്റെ അഡ്മിറ്റ് കാർഡ്. അപ്പോൾ വിദ്യാർത്ഥികൾ അടുത്തതായിട്ട് ആർക്കൊക്കെയാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിൻ്റെ പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് ലഭിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങൾ ഒന്നുകിൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഫാർമസി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് അതിൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതുപോലെ ഫാർമസി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അതായത് നിങ്ങൾ ഈ ഒരു എഞ്ചിനീയറിംഗ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്, അതായത് കോഴ്സ് ഓപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എഞ്ചിനീയറിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഫാർമസി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കോഴ്സ് ഓപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നൽകിയിട്ടുണ്ടാവും നിങ്ങൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ. എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, ഫാർമസി ഉണ്ടെങ്കിൽ ഫാർമസി ഉണ്ടാവും, മെഡിക്കൽ ആൻഡ് അലൈഡ് ഉണ്ടെങ്കിൽ ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു പേരുണ്ടാവും. അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഉണ്ടെങ്കിൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു 4 വിഷയങ്ങൾക്കും അതായത് 4 കോഴ്സുകൾക്കും നിങ്ങൾ ഓപ്ഷനായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4 കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. 3 കോഴ്സ് ആണെങ്കിൽ 3 കോഴ്സിൻ്റെ ഉണ്ടാവും. നിങ്ങൾ ഏതൊക്കെയാണ് നൽകിയുള്ളത് അതിനനുസരിച്ച് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് കോഴ്സ് കൂട്ടിച്ചേർക്കാനുള്ള അവസരത്തിൽ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മോ ഡീറ്റെയിൽസ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ മെമ്മോ ഡീറ്റെയിൽസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഈ ഒരു ഏപ്രിൽ 21 തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക.
ഇനി ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കാം. അഡ്മിറ്റ് കാർഡ് കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫാർമസി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ മെഡിക്കൽ അലൈഡ് കോഴ്സസ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അതല്ലെങ്കിൽ ആർക്കിടെക്ചർ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സും സെലക്ട് ചെയ്തിട്ടുണ്ട്, ആർക്കിടെക്ചർ കോഴ്സും സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ എഞ്ചിനീയറിംഗോ അതല്ലെങ്കിൽ ഫാർമസിയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു 2 ഓപ്ഷനുകളിൽ ഒന്നും സെലക്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടില്ല. കാരണം കീം പരീക്ഷ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫാർമസിക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് കീം പരീക്ഷ എന്ന് പറയുന്നത്. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ, അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് നീറ്റ് UG 2025, അതായത് ഈ വർഷം ഈ ഒരു നീറ്റ് UG 2025 മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ നൽകുന്നത്. ഈ ഒരു നീറ്റ് UGയുടെ സ്കോർ നിങ്ങൾ നീറ്റ് റിസൾട്ട് വന്ന ശേഷം കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടി വരിക. ആ ഒരു സമയത്ത് കീമിൽ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് നീറ്റ് UG ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിൽ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ടും അവസരം നൽകാറുണ്ട്. നീറ്റ് UGയുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മെഡിക്കൽ കോഴ്സുകളിലേക്കും അതോടൊപ്പം തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുമുള്ള അഡ്മിഷനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. രണ്ടിനും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റുകളാണ് തയ്യാറാക്കുക. അതുപോലെ തന്നെ ഇതിൽ ആർക്കിടെക്ചർ കോഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കീമിൽ എക്സാം ഇല്ല. അവർക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത് നാറ്റ എക്സാമാണ്. നാറ്റ എക്സാം എന്ന് പറഞ്ഞാൽ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ എന്നുള്ളതാണ്. അതായത് ഈ ഒരു NTA നടത്തുന്ന ഒരു പരീക്ഷയാണ് ഈ ഒരു നാറ്റ പരീക്ഷ എന്ന് പറയുന്നത്. ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് യോഗ്യരായവരെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷയാണ് നാറ്റ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷ നിങ്ങൾ ക്വാളിഫൈ ആയതിനു ശേഷം അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഏകദേശം ഈ ഒരു നീറ്റിൻ്റെ ഒക്കെ റിസൾട്ട് വരുന്ന സമയത്താണ് നാറ്റയുടെയും റിസൾട്ട് സാധാരണ വരാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിൽ നാറ്റയുടെ സ്കോർ അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കും ആർക്കിടെക്ചർ കോഴ്സിലേക്കും കീമിൽ പരീക്ഷയില്ല. എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും മാത്രമേ പരീക്ഷയുള്ളൂ. അപ്പോൾ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ, മെഡിക്കൽ അലൈഡ് കോഴ്സിലേക്കുള്ള അഡ്മിഷന് നീറ്റ് UGയുടെ മാർക്കാണ് പരിഗണിക്കുക. ആർക്കിടെക്ചർ കോഴ്സിന് നാറ്റയുടെ സ്കോറാണ് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിനും അതുപോലെ തന്നെ ഫാർമസിക്കും മാത്രമേ ഈ ഒരു കീം പരീക്ഷയുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലെ പരീക്ഷാ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എഞ്ചിനീയറിംഗിനും പരീക്ഷാ സമയം കൊടുത്തിട്ടുണ്ടാവും, ഫാർമസിക്കും പരീക്ഷാ സമയം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ 2 പരീക്ഷയും എഴുതേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, അതായത് നേരത്തെ വിദ്യാർത്ഥികളോട് ഒരു പരീക്ഷ എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2 പരീക്ഷ ഉണ്ടെങ്കിൽ 2 പരീക്ഷ നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. കാരണം എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷ നിങ്ങൾ എഴുതിയാൽ മാത്രമാണ്, അത് നിലവിൽ ഇപ്പോൾ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നേരത്തെ അതായത് വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിനീയറിംഗിൽ നിന്ന് മാർക്ക് എടുക്കുമെന്ന്. നിലവിൽ ഈ വർഷം അങ്ങനെ എടുക്കുന്നില്ല. ഈ വർഷം ഈ ഒരു എഞ്ചിനീയറിംഗിന് സെപ്പറേറ്റ് പരീക്ഷയാണ്, അതുപോലെ തന്നെ ഫാർമസിക്ക് സെപ്പറേറ്റ് പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ 2 പരീക്ഷകൾ കാണും. അപ്പോൾ നിങ്ങൾ 2 പരീക്ഷയും എഴുതി കഴിഞ്ഞാൽ മാത്രമേ 2ൻ്റെയും റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ. അതായത് നിങ്ങൾക്കിപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷ ഉണ്ടാകും. അപ്പോൾ ആ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷ നിങ്ങൾ ഏത് ദിവസമാണ് ആ ഒരു സമയത്ത് പോയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് വരുള്ളൂ. അതുപോലെ ഫാർമസിയുടെ പരീക്ഷ നിങ്ങൾ പോയിട്ട് ഫാർമസി പരീക്ഷ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ 2 പരീക്ഷകളും എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ എഞ്ചിനീയറിംഗിനും അപേക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫാർമസിക്കും അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷയുടെ മാത്രമേ വന്നിട്ടുള്ളൂവെങ്കിൽ നിങ്ങൾ CE ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഈ 29-ാം തീയതി മറ്റൊരു പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് CEയുടെ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, അതായത് ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ PDF രൂപത്തിലുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു 29-ാം തീയതി നടക്കുന്ന മറ്റൊരു പരീക്ഷയുണ്ട്, NCET എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷയുടെ ആ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, അതായത് ഫോട്ടോ അടക്കം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ എന്താണ് ഈ ഒരു പരീക്ഷയുടെ ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് മാറ്റിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് CE ഓഫീസിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്ക് മറ്റൊരു ഡേറ്റിലേക്ക് എക്സാം, അതായത് ഈ ഒരു കീമിൻ്റെ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മറ്റൊരു എക്സാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അന്നേ ദിവസം മറ്റൊരു പരീക്ഷയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ CE ഓഫീസിലേക്ക് ഈ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഡേറ്റ് ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ അന്നേ ദിവസം മറ്റൊരു പരീക്ഷ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷയും സെപ്പറേറ്റ് ആണ്, ഫാർമസിയുടെയും പരീക്ഷ സെപ്പറേറ്റ് ആണ്. ഇവ രണ്ടും ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ 2 ദിവസങ്ങളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഏതൊക്കെ ദിവസങ്ങളാണ് പരീക്ഷ നൽകിയിട്ടുള്ളത് ആ ഒരു 2 ദിവസത്തെ പരീക്ഷ നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. കാരണം എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു ദിവസത്തെ പരീക്ഷ എഴുതിയാൽ മാത്രമേ നിങ്ങളെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കത്തുള്ളൂ. അതുപോലെ ഫാർമസിയുടെ ആ ഒരു ദിവസം ഏത് ദിവസമാണോ പരീക്ഷ ഉള്ളത് ആ ഒരു ദിവസത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു പരീക്ഷ മാത്രമേ നിങ്ങൾ എഴുതുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് മാത്രമേ പരിഗണിക്കുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ എഞ്ചിനീയറിംഗ് മാത്രമേ എഴുതുന്നുള്ളൂ എങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷയ്ക്ക് മാത്രമേ നിങ്ങളെ പരിഗണിക്കുള്ളൂ. ഫാർമസിയുടേത് മാത്രമേ നിങ്ങൾ എഴുതുന്നുള്ളൂ എങ്കിൽ ഫാർമസിക്ക് മാത്രമേ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും രണ്ടിനും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളായിട്ടാണോ പരീക്ഷ ഉള്ളത് ആ ഒരു ദിവസങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതി നന്നായിട്ട് പരീക്ഷ എഴുതി ക്വാളിഫൈ ആവാൻ ശ്രദ്ധിക്കുക. മെയ് 4-ാം തീയതിയാണ് പരീക്ഷ ഉള്ളത്. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പരീക്ഷയും വിദ്യാർത്ഥികൾ നന്നായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ മെമ്മോ ഡീറ്റെയിൽസ് നോക്കിയിട്ട് എന്താണ് തെറ്റുകൾ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് ഈ ഒരു ഏപ്രിൽ 21-ാം തീയതി വൈകുന്നേരം 4 മണിക്കൂറിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിലെ തെറ്റുകൾ പരിഹരിച്ച് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു മെമ്മോ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ആ ഒരു ഡീറ്റെയിൽസ് തിരുത്താൻ ശ്രദ്ധിക്കുക. തെറ്റുകളൊന്നും ഇല്ല, നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല, അതായത് നിങ്ങൾ ഈ ഒരു എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഫാർമസിയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് CE ഓഫീസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾ മെഡിക്കൽ അലൈഡ് കോഴ്സസ്, അത് മെഡിക്കൽ അലൈഡ് കോഴ്സസ്, ആർക്കിടെക്ചർ കോഴ്സസ് ഇവ രണ്ടും മാത്രമേ നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ, ഈ ഒരു എഞ്ചിനീയറിംഗിനും കൊടുത്തിട്ടില്ല, ഫാർമസിക്കും കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടില്ല. നിലവിൽ കീമിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും 2 പരീക്ഷകളാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 2 ദിവസം പോയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഏത് സമയത്താണ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ആ ഒരു അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് ഡേറ്റ് നൽകിയിട്ടുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾ പോയിട്ട് പരീക്ഷ നിർബന്ധമായിട്ടും 2 ദിവസമാണ് അല്ലെങ്കിൽ ഒരു ദിവസം 2 സമയങ്ങളിലായിട്ടാണെങ്കിൽ കൃത്യമായിട്ട് അതനുസരിച്ച് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അപേക്ഷിച്ച ആ ഒരു 2 കോഴ്സുകളിലേക്കുമുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് മാത്രമേ പരിഗണിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ചോദിച്ചതാണ്, ഞാൻ നീറ്റിനെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയെങ്കിൽ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി 2 ദിവസങ്ങളായിട്ടാണ് പരീക്ഷ, അങ്ങനെയെങ്കിൽ അതിന് പോയിട്ടില്ല എങ്കിൽ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെയും ഫാർമസിയുടെയും റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കത്തില്ല. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു നീറ്റിൻ്റെ ആ ഒരു മാർക്ക് വെച്ച് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് മാത്രമേ അഡ്മിഷൻ നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്കറിയാം മെയ് 4-ാം തീയതിയാണ് നീറ്റിൻ്റെ പരീക്ഷ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊക്കെ സമയം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച് ചെയ്യുക. കാരണം എഞ്ചിനീയറിംഗ് ഫാർമസിയുടെ ഈ ഒരു 2 ദിവസങ്ങളായിട്ടുള്ള പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല. അതുവഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിന് ഏത് പരീക്ഷയാണ്, ആർക്കിടെക്ചർ കോഴ്സിന് ഏത് പരീക്ഷയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിനും ആർക്കിടെക്ചറിലും കീമിൽ പരീക്ഷയില്ല. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിന് നീറ്റ് പരീക്ഷയും ആർക്കിടെക്ചർ കോഴ്സിന് നാറ്റ പരീക്ഷയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.